വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇച്ചുട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യലായിട്ടുള്ള വീഡിയോ കേട്ടോ. അങ്ങനെ വലിയ കലാപരിപാടിയൊന്നുമില്ല, ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കണം, ഒരു ചെറിയ കേക്ക് കട്ടിങ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാൽ, അപ്പോൾ ഞങ്ങളിപ്പോൾ ഷോപ്പിങ്ങിന് പോകും കേട്ടോ. കേക്കൊക്കെ വാങ്ങണം, കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങണം. നമുക്ക് പോയേക്കല്ലോ. കേക്ക് വാങ്ങണ്ടേ? അതെന്താ നോക്കട്ടെ, ഫോണിലേക്ക് കാണിച്ചു കൊടുക്ക്. ആരത്? അച്ചായിനെയും കൊണ്ടാണ് മോണേ. ഒരു മോടത്തെ. അപ്പോൾ നമ്മൾ പോയി കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയൊരു ഷോപ്പിംഗ് ഒന്നുമല്ല, കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും വാങ്ങി, പിന്നെ നമ്മളൊരു കേക്ക് വാങ്ങി. അങ്ങനെ വലിയ പരിപാടിയായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് അവൻ്റെ ഇഷ്ടത്തിന് അവന് ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് വെച്ചുണ്ടാക്കി കൊടുത്ത് ഒരു കേക്കൊക്കെ മുറിച്ച് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ മോര് കറിക്കുള്ളതാട്ടോ അതൊക്കെ റെഡിയാക്കുമായിരുന്നു. അപ്പോൾ എന്താ പറയുക, കുറേ നാളായില്ലേ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട്. ഇനി മുതൽ നമുക്ക് ഡെയിലി വീഡിയോസ് ഇടാൻ നോക്കാം. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, എന്തോ സമയം തികയുന്നില്ല. ഇപ്പോൾ നമ്മൾ അമ്പുടുക്കുട്ടനാണെന്നുണ്ടെങ്കിലോ ഭയങ്കര ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആൾ മുട്ടുകുത്തി നടന്ന് ഇപ്പോൾ പിടിച്ച് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാം. നിങ്ങൾ ഇതുപോലെ പായസം ഉണ്ടാക്കിയിട്ടില്ല, സേമിയ പായസം ഉണ്ടാക്കിയിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ 1.5 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സേമിയം വാങ്ങി പൊട്ടിച്ച് വറുത്ത് നെയ്യിലിട്ട് നല്ലപോലെ വറുത്തെടുത്തു കേട്ടോ. പിന്നെ നല്ല ഇഷ്ടം കേട്ടോ സേമിയ പായസം. അത്യാവശ്യം നല്ല മധുരം വേണം, മധുരം ഇട്ട് ഇതാക്കി ഒരു നല്ല അടിപൊളി ടേസ്റ്റ്. നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ പാലടയൊക്കെ ഉണ്ടല്ലോ, പാലടേൻ്റെ ഒരു ടേസ്റ്റാണ്. പഞ്ചസാര ഇതേപോലെ മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ പായസത്തിലേക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ്. നമ്മളെ പിങ്ക് പാലട ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്, പറയാൻ വയ്യോ. ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഞാൻ വെറുതെ പറയില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ പിന്നെയും ഇത് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും, അത്ര ടേസ്റ്റ്. നമ്മളെ മിൽക്ക് മെയ്ഡിനൊരു ഒരു ആവശ്യമില്ല, നല്ല ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റിലുണ്ടാവും. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി, പിന്നെ നമ്മൾ അവിയൽ കുക്കറിലാണെന്ന് വെക്കുന്നത്. പെട്ടെന്ന് ഒരു അരമണിക്കൂറും കൊണ്ട് ഒരു സദ്യ ഇങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ഇതിലാട്ടോ. പെട്ടെന്ന് പണികളൊക്കെ തീർത്തു. പിന്നെ അവിയലിനുള്ള ഇതൊക്കെ കുക്കറിലിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് തിരുമ്പി ഒരു 10 മിനിറ്റ് ഞാൻ എന്തായാലും വെച്ചു കേട്ടോ. നമ്മളിതൊക്കെ വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യണില്ല. എന്നിട്ട് കുക്കറിലിട്ടിട്ട് 2 വിസിൽ, 2 അല്ലെങ്കിൽ 3 വിസിൽ അടിച്ചെടുക്കണം. നമ്മൾ എണ്ണ ഇട്ട് തിരുമ്മി വെച്ചാൽ കഷ്ണങ്ങൾ ഉടഞ്ഞ് വീഴില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കേക്ക് മുറിക്കാനുള്ള പരിപാടി. ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഞങ്ങളാകെ 4 ആളേ ഉണ്ടായിരുന്നുള്ളൂ. അത് അയച്ച് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്ന ആ സമയം കൊണ്ട് തന്നെ ആൾ മുറിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവന് ഒരുപാട് സന്തോഷമായി കേട്ടോ. തൊപ്പി വാങ്ങിയായിരുന്നു, തൊപ്പി ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. കഴിഞ്ഞ ബർത്ത്ഡേക്ക് തന്നെയായിരുന്നു സംഭവം, തൊപ്പി വാങ്ങി ഇടാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ലാസ്റ്റ് തൊപ്പിയൊക്കെ ഇട്ടിട്ട് ആൾ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞാൻ ആ കയ്യിൽ തീപ്പെട്ടിയുള്ള കാര്യം പറ്റാൻ മറന്നു. എന്തായാലും അവൻ സന്തോഷമായി, ഞാനും ഓക്കെ ഹാപ്പിയായി. നമ്മളെ ഏട്ടൻ ഈ സമയം വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ ടൈമിങ് നോക്കിയിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തത്. എന്തോ വല്ലാതെ മിസ് ചെയ്തു ഞങ്ങൾ. വാവച്ചിക്കുട്ടനുണ്ടായിട്ട് ഇച്ചുണ്ട് ആദ്യത്തെ ബർത്ത്ഡേ കേട്ടോ. ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞ് നമ്മളെ കുട്ടാപ്പീൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അതും ഇതേമാതിരി ചെറുതായിട്ട് കഴിക്കണം എന്നുള്ളൂ, വലിയ പരിപാടിയൊന്നുമില്ല, കുഞ്ഞിതായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളൂ. അപ്പം നമ്മൾ പായസം ഉണ്ടാക്കി, പായസമൊക്കെ വല്യമ്മയ്ക്ക് കുറച്ച് കൊണ്ട് കൊടുത്ത് കണ്ടോ. നമ്മൾ ബർത്ത്ഡേക്ക് വാങ്ങി കേക്ക് മുറിക്കാൻ ഉള്ള സമയത്ത് ഇടാൻ വേണ്ടി വെച്ച തൊപ്പിയാണ്, ഇടാൻ പറ്റിയില്ല. അപ്പം പിന്നെ അവനതെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ വലിയതായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ക്ലിപ്പിങ്ങും കാര്യങ്ങളുള്ളൂ. പിന്നെ നമ്മളെ ഇച്ചുവിന് ഇലയിട്ട് സദ്യ കൊടുത്തു. രാത്രിയായിട്ട് നമ്മൾ കഴിച്ച, ഉച്ചയ്ക്ക് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറും മോര് കറിയും മാങ്ങാച്ചാറ്, പിന്നെ പയറുപ്പേരി, അവിയൽ, പപ്പടം, പിന്നെ നമ്മൾ മത്തങ്ങയും പയറും കൂടെ എലിശ്ശേരി ഉണ്ടാക്കി അതും ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ കഴിക്കാൻ ഭയങ്കര മടി, അവൻ ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ട്. നമ്മൾ വാരി കൊടുക്കണമെങ്കിൽ അവനിഷ്ടം, അവനൊന്നും കൂടെ കംഫർട്ട് അവൻ ഒറ്റയ്ക്ക് വാരി കഴിക്കുന്നത് കേട്ടോ. നല്ലപോലെ വാരി കഴിക്കും. പായസം തേനോ വേണ്ടതെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുക. പായസം കൊണ്ടുവച്ചപ്പോൾ അതും കുറച്ച് ഇലയിലിട്ടിട്ട് നല്ലപോലെ കഴിക്കാനുള്ള നല്ലപോലെ കറികളൊക്കെ, അത്യാവശ്യം നല്ലോണം കറി വേണം, കുറച്ച് കറി ഒന്നും കൊടുത്താൽ നല്ലപോലെ കറിയൊക്കെ കൂട്ടി കുഴച്ച് വേണോ വേണ്ടയോ എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ കഴിക്കുക. ഞാൻ കഴിക്കാൻ പറയുമ്പോൾ അവൻ എന്നോട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത ബ്രദർ നിൽക്കുന്നുണ്ട്, അവനോടും വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അമ്പുടുക്കുട്ടനെ കൊണ്ട് അവിടെ അടുത്തിരുത്തിയപ്പോൾ അവൻ 2 വായ കഴിച്ച് കഴിഞ്ഞിട്ട്
അമ്പുടൂനെ എടുത്തുകൊണ്ടിരുത്തിയപ്പോൾ അമ്പുടൂന് ചോറ് വാരി കൊടുക്കണ കണ്ടാണ്ടല്ലോ എന്താ പറയുക, അവനോട് പറയുക ചേട്ടായി വാരിത്തരാലോ അമ്പുടൂന്, ചേട്ടായി വാരിത്തരാലോ, മുഴുവൻ കഴിക്കണം, വയറ് നിറച്ച് കഴിക്കണം, അങ്ങനെയൊക്കെയായി പറയുന്നത്. അവന് ഭയങ്കര കാര്യം കേട്ടോ അവൻ്റെ അനിയൻകൂട്ടനെ അതേപോലെ ചേട്ടായിനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ രണ്ടാളെ പ്രായത്തിൻ്റെ ഇതും കൊണ്ടെന്നറിയില്ല സ്നേഹം പ്രകടിപ്പിക്കുന്ന വഴി ഇങ്ങനെയൊക്കെ തല്ലും കൂടിയൊക്കെ.